എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അതായത് ജൂൺ 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അത് സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല, ഏത് ജില്ലയിലാണ് നിങ്ങൾ കൊടുത്തത് ആ ഒരു ജില്ല എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ വെച്ച ഓപ്ഷനുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ ആ ഒരു സ്കൂളിൽ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്കൂളിൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരം 4 മണിക്കുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് അഡ്മിഷനായിട്ട് വേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ വേണം. അത് നിങ്ങൾക്ക് നേരത്തെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അതായത് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓപ്ഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണാൻ പറ്റും. അതുപോലെ തന്നെ SSLCയുടെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് വേണ്ടത്. അതുപോലെ തന്നെ അടുത്തത് വേണ്ട നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഡോക്യുമെൻറ്റ്സുകൾ, അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്പോർട്സിൽ നിങ്ങൾക്ക് എന്തിനൊക്കെ ആ ഒരു മികവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ അത് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കോപ്പി മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് റേഷൻ കാർഡിൻ്റെ കോപ്പി എടുത്താൽ മതി. അതുപോലെ തന്നെ പിന്നീട് ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ച്, ഇപ്പോൾ സയൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1500 രൂപക്കുള്ളിൽ വരും. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കാം. ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്, മറ്റൊരു സ്കൂളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.